Hi, today we will discuss about is the management an art or science? Management that is art versus science. The controversy with regard to the nature of management as to whether it is an art or science is very old and has created a lot of confusion. It is necessary to understand the real nature of management. The learning of art involves its continuous practice, while learning of science involves assimilation of principles. So, the controversy with regard to the nature of management as to whether it is an art or science is very old and has created a lot of confusion. മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണോ എന്നുള്ളൊരു കോൺട്രവേഴ്സറി വളരെ പഴയതും അതേപോലെ തന്നെ എന്താണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ശരിയായിട്ടുള്ള നാച്ചർ എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. ദ ലേണിംഗ് ഓഫ് ആർട്ട് ഇൻവോൾവ്സ് എന്താണ് ഇറ്റ്സ് കണ്ടിന്യൂസ് പ്രാക്ടീസ്. നമ്മൾ ഒരു ആർട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന് കൂടുതലായിട്ടും എന്ത് ചെയ്യണത് ഉണ്ടാകുന്നതാണ് നമ്മുടെ കണ്ടിന്യൂസ് പ്രാക്ടീസ് അല്ല. നമ്മളൊരു പാട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെ. ഡാൻസ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. സോ വൈ ലേണിംഗ് ഓഫ് സയൻസ് ഇൻവോൾവ്സ് അസമിലേഷൻ ഓഫ് എന്താണ് പ്രിൻസിപ്പിൾസിൽ എന്താണ് സയൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ആൻ അസമിലേഷൻ, ഏകീകരണം എന്താണ് അല്ലെ തത്വങ്ങളുടെ പ്രിൻസിപ്പിൾസിൻ്റെയൊക്കെ എന്താണ് ഒരു ഏകീകരണമായിട്ടാണ് നമ്മളെന്ത് പഠിക്കുന്നത്, സയൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. സോ വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ആർട്ട്? ദാറ്റ് ഈസ് എന്താണ് പേഴ്സണൽ സ്കില്ലുണ്ട്, പ്രാക്ടിക്കൽ നോളജ്, റിസൾട്ട് ഓറിയൻറ്റഡ് അപ്രോച്ച് ആൻഡ് റെഗുലർ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്താണ് ആർട്ട് എന്ന് പറയുമ്പോൾ ഒരാളുടെ എന്താണ് പേഴ്സണൽ സ്കില്ല് അതിലെന്താണ് ഒരുപാടുണ്ട്. അതേപോലെ തന്നെ എന്താണ് അയാളുടെ പ്രാക്ടിക്കൽ നോളജ്, അപ്ലിക്കേഷൻ നോളജ് ഉണ്ട്. അതേപോലെ തന്നെ എന്താ റിസൾട്ട് ഓറിയൻറ്റഡ് അപ്രോച്ചാണ്. അതേപോലെ റെഗുലർ പ്രാക്ടീസ് വേണം, കൃത്യമായി എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് ക്രിയേറ്റിവിറ്റി ആൾസോ. Now we will discuss about element of arts and how it relate with the management. Like any other artist, a manager also uses his knowledge and skill in coordinating the activities of the people in the organization. Management is an art dealing with the people to accomplish desired result. ലൈക്ക് എനി അതർ ആർട്ടിസ്റ്റ്, ഏതൊരു ആർട്ടിസ്റ്റിനെ പോലെയും ഒരു മാനേജർ അയാളുടെ അറിവും അതേപോലെ തന്നെ എന്താണ് കഴിവും ഉപയോഗിച്ചിട്ട് ഒരു സ്ഥാപനത്തിലെ ആളുകളുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. സോ മാനേജ്മെൻറ്റ് ഈസ് എ ആർട്ട് ഓഫ് എന്താണ് ഡീലിംഗ് വിത്ത് പീപ്പിൾ ടു അക്കംപ്ലിഷ് ഡിസൈഡ് റിസൾട്ട്. എന്താണ് ആളുകളുമായിട്ട് എന്ത് ചെയ്യുക, ഡീല് ചെയ്യുക. എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈഡ് ആയിട്ടുള്ള നമ്മൾ റിസൾട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ഡീല് ചെയ്യുന്ന ഒരു ആർട്ടാണ് എന്ത് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് ആർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് നോളജും സ്കില്ലും എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് ഇവിടെ മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു, അയാളുടെ എന്താണ് സ്കില്ലും നോളജും ഉപയോഗിച്ചിട്ട് ആ സ്ഥാപനത്തിലെ ആളുകളെ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. Then management is concerned with the application of knowledge and skill അല്ലെ. എന്താണ് ആ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് എന്താണ് നോളജ് എന്താണ് എന്തിൻ്റെ അപ്ലിക്കേഷനാണ്, സ്കില്ലിൻ്റെ കഴിവിൻ്റെയും അറിവിൻ്റെയും എന്താണ് ഒരു പ്രായോഗിക തലമാണെന്ത് ആ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അൺലെസ് മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് തിങ്സ് എഫക്റ്റീവ് ആൻഡ് ബെറ്റർ ദീസ് വിൽ നോട്ട് ഹാവ് ടു ബി കവേർഡ് എന്താണ് ഇൻ ആർട്ട്. എന്താണ് അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് വെറുതെ ഒരു പ്രിൻസിപ്പിൾസ് മാത്രമായിട്ട് പറയുകയാണ് എങ്കിൽ അതെന്തിൻ്റെ ഭാഗമല്ല. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ആർട്ടിൻ്റെ ഭാഗമല്ല. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ടേംഡ് ആസ് ആൻ ആർട്ട്. Then management is result oriented because it is concerned with the accomplishment of objective. നമ്മൾ ആർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്.
അതുപോലെ തന്നെ എന്താണ് മാനേജ്മെൻറ്റ് ഈസ് എന്താണ് റിസൾട്ട് ഓറിയൻറ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. എന്താണ് നമുക്ക് എന്ത് പറയാം, മാനേജ്മെൻറ്റും എന്താണ് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. എന്താ അതിൻ്റെ കാരണം, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ലേ ഡൗൺ ബൈ ദ ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്താ മാനേജ്മെൻറ്റ്. ഇറ്റ് എയിംസ് അറ്റ് അച്ചീവിങ് മാക്സിമം പ്രൊഡക്ടിവിറ്റി അറ്റ് എന്താണ് ലോവർ കോസ്റ്റ് എന്താണ് വളരെ കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഉദ്ദേശം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ലക്ഷ്യം. Like an artist, management always try to attain higher and higher goals in order to reach the state of absolute perfection. This efficiency and effectiveness is attained through regular practice. എന്താണ് ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെ മാനേജ്മെൻറ്റ് ആൾവേസ് ട്രൈ ടു അറ്റൈൻ ഹയർ ആൻഡ് ഹയർ ഗോൾസ് എന്നാണ് വലിയ വലിയ എന്താണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനാണ് മാനേജ്മെൻറ്റ് എന്താണ് ഇൻ ഓർഡർ ടു റീച്ച് ദ സ്റ്റേറ്റ് ഓഫ് അബ്സല്യൂട്ട് പെർഫെക്ഷൻ എന്നാണ് വളരെ കൃത്യത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള കൃത്യത നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, വലിയ വലിയ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ആര് ശ്രമിക്കുന്നത്, മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു പാട്ട് പാടുന്ന ആളാണെങ്കിൽ അല്ലേ, അയാൾക്ക് ആദ്യം എന്താണ് നന്നായിട്ട് പാടുക എന്നുള്ളതാണ് അല്ലേ, പിന്നെന്താണ് കുറച്ച് സിനിമകളിലൊക്കെ പാടുക അല്ലേ, പിന്നെ വീണ്ടും എന്താണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാവും. അങ്ങനെ ഓരോ ഹയർ ഗോൾസ് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ മാനേജ്മെൻറ്റും എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഈസ് അറ്റൈൻഡ് ത്രൂ എന്നാണ്. എങ്ങനെയാണ് ഈ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സും കിട്ടുന്നത്, റെഗുലർ പ്രാക്ടീസിൽ എന്നാണ്. നന്നായിട്ട് പാടുന്ന ഒരാൾ അയാളുടെ പ്രാക്ടീസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ നല്ലൊരു നിലയിലേക്ക് എന്ത് ചെയ്യുന്നത്, അയാൾ എത്തിച്ചേരുന്നത്. അതേപോലെ മാനേജ്മെൻറ്റും ഈ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നത്, എഫക്റ്റീവ്നെസ്സും നേടുന്നത് ഇതിലൂടെയാണ്, റെഗുലർ പ്രാക്ടീസിലൂടെയാണ്. And every art has an element of creativity, and in this sense also management is one of the most creative art as it is concerned with getting work done through others by motivating them to work and coordinating their activities. Every art has an element of creativity. എല്ലാ ആർട്ടിനും എല്ലാ കലാരൂപത്തിനും ഏതൊരു കലാരൂപത്തിനും എന്തുണ്ട്, ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിലും മാനേജ്മെൻറ്റും എന്താണ് ഏറ്റവും വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആർട്ടാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ അതേഴ്സിൽ എന്താണ് ഇത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബാക്കിയുള്ള ആളുകളിലൂടെ എന്ത് ചെയ്യുക, നമ്മുടെ വർക്കുകൾ എന്ത് ചെയ്യുക. എങ്ങനെയാണ്, ബൈ മോട്ടിവേറ്റിംഗ് ദം ടു വർക്ക് എന്താണ് ആ ആളുകളെ വർക്ക് ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, ആൻഡ് കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ആ ആളുകളുടെ പ്രവർത്തനങ്ങളെ എന്താണ് ഏകീകരിച്ചുകൊണ്ടും അവരെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടും ബാക്കിയുള്ള ആളുകളിലൂടെ കാര്യങ്ങൾ നടത്തുന്ന ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആർട്ടായിട്ടാണ് ഇതിനെ പറയുന്നത്, മാനേജ്മെൻറ്റിനെ പറയുന്നത്. സോ ബൈ ദിസ് ഡിസ്കഷൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്താണ് മാനേജ്മെൻറ്റ് ഹാസ് all the qualities which are required for an art. എന്താണ് മാനേജ്മെൻറ്റിന് എന്താണ് എല്ലാ ക്വാളിറ്റിയും എന്താണ് നമ്മൾ പറയുന്ന ഒരു ആർട്ടിൽ ഉണ്ടായിരിക്കേണ്ട എലമെൻറ്റ്സ് എല്ലാം തന്നെ എവിടെയുണ്ട്, മാനേജ്മെൻറ്റിലുണ്ട്. We will discuss about management as science. So the word science literally means knowledge. എന്താണ് ലിറ്ററലി നമ്മൾ എന്ത് പറയുകയാണെങ്കിൽ the word സയൻസിനെ പറ്റി പറയാതെ ലിറ്ററലി മീനിങ് എന്ന് പറയുന്നത് എന്താണ്, നോളജ് എന്ന അറിവ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. It is a systematized body of knowledge acquired by mankind through observation and experimentation which is capable of verification. So science is a systematized body of knowledge acquired by mankind. എങ്ങനെയാണ്, ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. എന്തതിൻ്റെ പ്രത്യേകത, വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് വേരിഫിക്കേഷൻ എന്താണ്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് മനുഷ്യനാൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ള അക്വയർ ചെയ്യപ്പെട്ടിട്ടുള്ള എന്താണ് വലിയ അറിവിൻ്റെ എന്താണ് ഒരു ശേഖരമാണ്. എന്താ അതിൻ്റെ പ്രത്യേകത, ഏതിലൂടെ അത് കണ്ടുപിടിക്കുന്നത്, ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെ. അപ്പോൾ എന്താണ്
പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ആർജിച്ചെടുത്ത അറിവുകളാണ്. എന്താ അറിവിൻ്റെ പ്രത്യേകത? നമുക്ക് എന്ത് ചെയ്യാം? വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് വേരിഫിക്കേഷൻ. നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വെരിഫൈ ചെയ്യാവുന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ്. വെദർ ഇറ്റ് ഈസ് വാലിഡ് ഓർ നോട്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശോധിച്ച് നോക്കാൻ പറ്റും. അപ്പം മനുഷ്യൻ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർജിച്ചെടുത്തിട്ടുള്ള അറിവുകളുടെ ഒരു ശേഖരമാണ് നമ്മളെന്ത് പറയുന്നത്? സയൻസ് എന്ന് പറയുന്നത്. ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് സയൻസ് is that art implies knowing how the application, whereas science is concerned with knowing why. ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് സയൻസ് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം? സയൻസും ആർട്ടും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് പറയുന്നത് ആർട്ട് ഇംപ്ലൈസ് നോയിങ് ഹൗ ദ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ സ്കില്ല് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. വേറെ സയൻസ് ഈസ് കൺസേൺഡ് വിത്ത് നോയിങ് വൈ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലേ? എന്തുകൊണ്ടാണ് അല്ലേ? ന്യൂട്ടൺ ചിന്തിച്ചത് ന്യൂട്ടൺ എന്താ ചിന്തിച്ചത്? അയാളുടെ തലയിൽ ആപ്പിൾ വീണപ്പം എന്തുകൊണ്ട് ആപ്പിൾ എന്ത് ചെയ്യുന്നു? താഴോട്ട് വരുന്നു. എന്തുകൊണ്ട് ആപ്പിൾ എന്ത് ചെയ്യുന്നില്ല? മുകളിലോട്ട് പോകുന്നില്ല. അപ്പോൾ സയൻസ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ വൈ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സയൻസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താ ഫീച്ചേഴ്സ് ഓഫ് സയൻസ് നോക്കുക. സയൻസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിസ്ഡ് ബോഡി ഓഫ് നോളജാണ്. അതിൻ്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ഒബ്സർവേഷനിലൂടെയാണ്. ആൻഡ് ആൾസോ യൂണിവേഴ്സൽ ആപ്ലിക്കേഷനിലെ ഇപ്പോൾ 1+1=2 എന്ന് പറയുന്നത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും എത്ര തന്നെയാണ്? അത് 2 തന്നെയാണ്, അല്ലേ? യൂണിവേഴ്സൽ ആപ്ലിക്കേഷനാണ്. ആൻഡ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. കാരണസഹിതം എന്തുകൊണ്ട് എന്നുള്ളൊരു ഒരു എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യാൻ പറ്റും? സയൻസിന് തരാൻ സാധിക്കും. ആൻഡ് വാലിഡിറ്റി ആൻഡ് പ്രഡിക്റ്റബിലിറ്റി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും, അല്ലേ? പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും. Then we will discuss about how the features of science and management are related. So management is viewed as science as it is an organized body of knowledge built by management practitioners, thinkers and philosophers over a period of years. So the principles of management make use of scientific method or observation. മാനേജ്മെൻറ്റ് ഈസ് വ്യൂഡ് ആസ് എ സയൻസ്. മാനേജ്മെൻറ്റിനെ സയൻസ് ആയിട്ട് കാണുന്നതിനുള്ള കാരണം ആസ് ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ബിൽറ്റ് ബൈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഒരു ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജാണ്. അറിവുകളുടെ ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള അറിവുകളുടെ ഒരു ശേഖരമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ബിൽറ്റ് ബൈ മാനേജ്മെൻറ്റ് പ്രാക്ടീഷണേഴ്സ്, മാനേജ്മെൻറ്റ് തിങ്കേഴ്സ്, മാനേജ്മെൻറ്റ് ഫിലോസഫേഴ്സൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് എന്ത് ചെയ്യേണ്ടതിട്ടുള്ളത്? അവർ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിസ്ഡ് ബോഡി ഓഫ് നോളജ് ആർക്കുണ്ട്? മാനേജ്മെൻറ്റിനുണ്ട്. ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് മേക്ക് യൂസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ സയൻറ്റിഫിക് മെത്തേഡ്സ് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക് മെത്തേഡുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. The principles of the management have been developed after continued observation. നമ്മൾ പറഞ്ഞു സയൻസിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? കണ്ടിന്യൂഡ് ഒബ്സർവേഷനിലൂടെയാണ്, അല്ലേ? അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൾസോ ഡിറൈവ്ഡ് ഓർ ഡെവലപ്ഡ് ആഫ്റ്റർ എ കണ്ടിന്യൂഡ് ഒബ്സർവേഷൻ. So the fundamental principles of management are applicable to all human activities from our simple individual acts to the working of our great corporations. അതേപോലെ തന്നെ
ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ അപ്ലിക്കബിൾ എന്നാണ്. മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെയാണ് എന്താ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിളും എന്താണ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ആളുടെ പ്രവൃത്തി തൊട്ടിട്ട് എന്താണ് വലിയ കമ്പനികളുടെ പ്രവർത്തികൾക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ് ആർക്കുള്ളത്, മാനേജ്മെൻറ്റിനുള്ളത്. ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ അപ്ലിക്കബിൾ ടു ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്നാണ്. മാനുഷികപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രം അവർ സിമ്പിൾ ഇൻഡിവിജ്വൽ ആക്ടിലെ നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ തൊട്ടിട്ട് ടു ദ വർക്കിംഗ് ഓഫ് അവർ ഗ്രേറ്റ് കോർപ്പറേഷൻ എന്താണ് കോർപ്പറേറ്റ്സുകൾ എന്ന കമ്പനികളുടെ ഒക്കെ എന്താണ് പ്രവർത്തനങ്ങൾക്ക് വരെ എന്ത് ചെയ്യാവുന്നതാണ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആൾസോ എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ്. സയൻസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, സയൻസിൻ്റെ എന്താണ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കാര്യകാരണ സഹിതമാണ് നമ്മൾ എന്ത് ചെയ്യുക വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് മാനേജ്മെൻറ്റിലും എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൾസോ എസ്റ്റാബ്ലിഷ് എന്താണ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ് കാര്യകാരണങ്ങൾ. ചിലപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ കുറഞ്ഞു, എന്താ കാരണം, കോസ്റ്റ് കൂടി അല്ലേ, എന്താണ് കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ടിവിറ്റി കുറയാനുള്ളൊരു കാരണം ചിലപ്പോൾ എന്തായിരിക്കും കോസ്റ്റ് കൂടിയതാവാം. അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു കാര്യങ്ങളെ അല്ലെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റ് ഡിഫൈൻ വാട്ട് ഷുഡ് ബി ദ എന്താണ് ബേസിസ് ഓഫ് എന്താണ് പർട്ടിക്കുലർ ഡിസിഷൻ എന്ന ഒരു ഡിസിഷൻ്റെ എന്തുകൊണ്ട് ആ ഡിസിഷനിലേക്ക് എന്ത് ചെയ്യുന്നു എത്തിപ്പെടുന്നു എന്നുള്ളത് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇൻ ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദർശിക്കുവാൻ സാധിക്കും. And the principles of management can also be verified for their validity. The principles of management have been put to several tests and found to be വാലിഡ് എന്താണ് വാലിഡാണ് സയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് വാലിഡാണ്. അതേപോലെ തന്നെ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആൾസോ വെരിഫൈഡ് ഫോർ ദിയർ വാലിഡിറ്റി എന്താണ് അവയുടെ വാലിഡിറ്റി കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. വിവിധ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രിൻസിപ്പിൾസൊക്കെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ എന്താണ് വാലിഡാണ് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്കത് കൂടുതൽ വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ടെസ്റ്റൊക്കെ. Then management as inexact or social science. So the principles of management cannot be considered as fundamental truth. എന്താണ് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ കൂടി നമുക്കതിൻ്റെ കൂടെ നമുക്ക് പറയേണ്ടതുണ്ട് അല്ലേ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഎക്സാക്റ്റ് സയൻസ് ആണ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസ് ആണെന്ന് പറയുന്നുണ്ട്. എന്താ അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് ഫണ്ടമെൻ്റൽ ട്രൂത്ത് എന്നാണ്. ഫണ്ടമെൻ്റൽ ട്രൂത്തായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ശാശ്വതമായിട്ടുള്ള സത്യങ്ങൾ. എന്താ ഫണ്ടമെൻ്റൽ ട്രൂത്ത്? സൂര്യൻ എവിടെ ഉദിക്കുന്നത്? കിഴക്കാണ് ഉദിക്കുന്നത്. അതൊരു ഫണ്ടമെൻ്റൽ ട്രൂത്താണ് അല്ലേ. സോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എന്താണ് ഫണ്ടമെൻ്റൽ ട്രൂത്ത് അല്ല എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഫണ്ടമെൻ്റൽ ട്രൂത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല. ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഡു നോട്ട് ഹാവ് ആൾവേസ് എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു സയൻസിന് എന്താണ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷനാണ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ മാനേജ്മെൻറ്റ് ലാക്സ് ദ സെർട്ടനിറ്റി അബൌട്ട് റിസൾട്ട് അല്ല എന്താണ് അല്ലെ മാനേജ്മെൻറ്റ് റിസൾട്ടിൻ്റെ എന്താണ് സെർട്ടനിറ്റി കൃത്യത എന്താണ് ചില സമയങ്ങളിൽ ഉണ്ടാവാറില്ല അല്ലെ. ചില പ്രഡിക്ഷൻസൊക്കെ എന്ത് ചെയ്യാറുണ്ട് മാനേജ്മെൻറ്റ് പ്രഡിക്ഷൻസൊക്കെ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് തെറ്റിപ്പോവാറുള്ളത് 100% എന്തല്ല ആക്യുറേറ്റ് ഇല്ല. പക്ഷേ സയൻറ്റിഫിക് പ്രഡിക്ഷൻസ് എന്തായിരിക്കും ആക്യുറേറ്റ് ആയിരിക്കും. ദസ് മാനേജ്മെൻറ്റ് ഈസ് എ സോഫ്റ്റ് സയൻസ് or behavioral science and it belongs to a group of social science. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് സയൻസ് ആണ്
അല്ലെങ്കിൽ എന്താണ് ഒരു ബിഹേവിയറൽ സയൻസ് ആണ്. അത് ഏത് ഗ്രൂപ്പിലുള്ളതാണ്? സോഷ്യൽ സയൻസിൻ്റെ ഗ്രൂപ്പിലുള്ള എന്താണ് ഒരു സോഫ്റ്റ് സയൻസ് ആയിട്ട് ബിഹേവിയറൽ സയൻസ് ഒക്കെ ആയിട്ടാണ് എന്തിനെ പറയാറുള്ളത്? മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാറുള്ളത്? പറയാറുള്ളത്. സോ എന്താണ് നമുക്ക് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം? മാനേജ്മെൻറ്റ് ഇസ് ആസ് വെൽ ആസ് എന്താണ് മാനേജ്മെൻറ്റ് ഇസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് എന്താണ് സയൻസിൽ എന്താണ് മാനേജ്മെൻറ്റ് എന്താണ് ഒരു ആർട്ടുമാണ്. സോ മാനേജ്മെൻറ്റ് ഷോസ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ആർട്ട് ആസ് വെൽ ആസ് ദ പെക്യുലാരിറ്റീസ് ഓഫ് എന്താണ് സയൻസിൽ എന്താണ് ആർട്ടിൻ്റെയും അതേപോലെ തന്നെ എന്താണ് പക്ഷെ കൂടുതലും നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഒരു 80% പെക്യുലാരിറ്റീസ് എന്താണ് ആർട്ടും അതേപോലെ തന്നെ എന്താണ് 20% പെക്യുലാരിറ്റീസ് എന്താണ് സയൻസിൻ്റെതും എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് പറയാവുന്നതാണ്. ഓക്കെ. സോ എന്താണ് എങ്ങനെയായാലും മാനേജ്മെൻറ്റ് എന്താണ് ഹാസ് ഷോസ് ഓർ മാനേജ്മെൻറ്റ് ഹാവ് ഷോസ് എന്താണ് ബോത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് എന്താണ് ആർട്ട് ആൻഡ് സയൻസ്. ആർട്ടിൻ്റെയും സയൻസിൻ്റെയും എന്താണ് ഫീച്ചേഴ്സ് ഏതിൽ അടങ്ങിയിട്ടുണ്ട്? മാനേജ്മെൻറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. If you have any doubt regarding this session, you can ask.